ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 36 അധ്യായം സൂറത്തു യാസീനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 9 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 10, 11, 12 എന്നീ 3 ആയത്തുകൾ നമുക്ക് നോക്കാം. أعوذ بالله من الشيطان الرجيم. وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി അവിശ്വാസികളായ ആളുകളെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞ കാര്യം. ആ അവിശ്വാസികളിൽ അധികം ആളുകളുടെ മേലും ശിക്ഷ ഉറപ്പായിട്ടുണ്ട്. അവരുടെ കഴുത്തുകളിൽ ബന്ധനങ്ങളുണ്ട്, അത് താടിയെല്ലോളം എത്തുന്നുണ്ട്. മാത്രമല്ല അവർ അഹങ്കാരത്തോടുകൂടി തലപൊക്കി പിടിച്ച് നടക്കുന്നവരാണ്. അവരുടെ മുൻഭാഗത്തും പിൻഭാഗത്തുമൊക്കെ മറയുണ്ട്, അവരുടെ മേൽ മൂടിയുണ്ട്. മാത്രമല്ല അവർ ഒന്നും കണ്ടറിയുന്നവരല്ല. ആ ആളുകളെക്കുറിച്ച് വീണ്ടും പറയുകയാണ്, വ സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻസിർഹും ലാ യുഅ്മിനൂൻ. വ സവാഉൻ, വാവ് അത്ഫിൻ്റെ വാവാണ്. തൊട്ട് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞ അതേ ആളുകളെക്കുറിച്ച് വീണ്ടും പറയുമ്പോൾ അതിലേക്ക് ചേർത്ത് പറയാൻ വേണ്ടിയിട്ടാണ്. അതുമാത്രമല്ല ഇനി പറയുന്ന കാര്യം കൂടെ, സവാഉൻ സമമാണ്, അലൈഹിം അവരുടെ മേൽ അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ, അല എന്ന് പറഞ്ഞാൽ മേൽ, ഹിം അവരുടെ മേൽ അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ സമമാണ്. അൻസർതഹും, അൻസറ എന്ന് പറഞ്ഞാൽ താക്കീത് നൽകി, അൻസർത നീ താക്കീത് നൽകി, അൻസർതഹും നീ അവർക്ക് താക്കീത് നൽകി. അതിൻ്റെ മുമ്പിൽ ഒരു ഹംസ വന്നിട്ടുണ്ട്. അത് ചോദ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഹംസയാണ്. ഹംസത്തു ഇസ്തിഫ്ഹാം എന്ന് പറയും. അപ്പോൾ അൻസർതഹും താങ്കൾ അവർക്ക് താക്കീത് നൽകിയോ, അം അതോ ലം തുൻസിർഹും അൻസറ താക്കീത് നൽകി. അത് മാദിയായ പദമാണ്, പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാലക്രിയയാണ്. യുൻസിറു തുൻസിറു എന്നൊക്കെ പറയുമ്പോൾ അത് മുലാരിയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നത് അല്ലെങ്കിൽ വരാൻ പോകുന്നത്, വർത്തമാനകാലക്രിയ അല്ലെങ്കിൽ ഭാവി കാലക്രിയ, പ്രസൻറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ. അപ്പോൾ യുൻസിറു എന്ന് പറഞ്ഞാൽ അവൻ താക്കീത് നൽകും, അവൻ താക്കീത് നൽകുന്നു. തുൻസിറു ആകുമ്പോൾ നീ അല്ലെങ്കിൽ താങ്കൾ താക്കീത് നൽകും, താങ്കൾ താക്കീത് നൽകുന്നു. അതിന് മുമ്പിൽ ലം വരുമ്പോൾ ലം തുൻസിർ എന്നാവും, താങ്കൾ താക്കീത് നൽകിയിട്ടില്ല. ഹും അവർക്ക്, ലം തുൻസിർ ഹും താങ്കൾ അവർക്ക് താക്കീത് നൽകിയിട്ടില്ല. അതിൻ്റെ മുമ്പിൽ അം വരുമ്പോൾ അം ലം തുൻസിർഹും അതോ താങ്കൾ അവരെ താക്കീത് ചെയ്തില്ലയോ. അപ്പോൾ അൻസർതഹും അം ലം തുൻസിർഹും എന്നുള്ള ഭാഗത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം പറയുമ്പോൾ അൻസർതഹും താങ്കൾ അവർക്ക് താക്കീത് നൽകിയോ, അം ലം തുൻസിർഹും അതോ താങ്കൾ അവർക്ക് താക്കീത് ചെയ്തില്ലയോ. അതായത് ഉദ്ദേശം എന്താണ്? താങ്കൾ അവർക്ക് താക്കീത് നൽകിയാലും താങ്കൾ അവർക്ക് താക്കീത് നൽകിയിട്ടില്ലെങ്കിലും. ലാ യുഅ്മിനൂൻ ആമന വിശ്വസിച്ചു, യുഅ്മിനു വിശ്വസിക്കുന്നു, യുഅ്മിനൂൻ അവർ വിശ്വസിക്കുന്നു, ലാ യുഅ്മിനൂൻ അവർ വിശ്വസിക്കുകയില്ല. അപ്പോൾ ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം വ സവാഉൻ അലൈഹിം അൻസർതഹും അം ലം തുൻസിർഹും ലാ യുഅ്മിനൂൻ. താങ്കൾ അവർക്ക് താക്കീത് നൽകിയാലും താങ്കൾ അവർക്ക് താക്കീത് നൽകിയിട്ടില്ലെങ്കിലും രണ്ടും സമമാണ്, അവർ വിശ്വസിക്കുകയില്ല. അല്ലെങ്കിൽ താങ്കൾ അവർക്ക് താക്കീത് നൽകിയോ അതോ താങ്കൾ അവർക്ക് താക്കീത് നൽകിയില്ലയോ, രണ്ടും സമമാണ്, അവർ വിശ്വസിക്കുകയില്ല. അടുത്ത ആയത്ത്, ഇന്നമാ തുൻസിറു മനിത്തബഅ ദിക്റ വ ഖശിയ റഹ്മാന ബിൽ ഗൈബ് ഫബശ്ശിർഹു ബിമഗ്ഫിറത്തിൻ വ അജ്രിൻ കരീം. ഇന്നമാ, ഇന്ന എന്ന് പറഞ്ഞാൽ നിശ്ചയമായും, തീർച്ചയായും. ഇന്നമാ എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് മാത്രമാണ്, നിശ്ചയമായും അത് മാത്രമാണ് എന്നുള്ള അർത്ഥം കിട്ടും. ഈ മാത്രം എന്നുള്ളത് പിന്നീട് വരുന്ന ഒരു ഭാഗത്താണ് ചേരുക, അത് എവിടെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇന്നമാ നിശ്ചയമായും അത് മാത്രമാണ്. തുൻസിറു അൻസറ എന്ന് പറഞ്ഞാൽ താക്കീത് നൽകി, തുൻസിറു എന്ന് പറയുമ്പോൾ നീ താക്കീത് നൽകും അല്ലെങ്കിൽ നീ താക്കീത് നൽകുന്നു. അപ്പോൾ ഇന്നമാ തുൻസിറു നിശ്ചയമായും താങ്കൾ താക്കീത് നൽകുന്നു,
മനിത്തബ, മൻ ഇത്തബ എന്നാണത്. മൻ ആരാണോ, ഇത്തബ, ഇത്തബ എന്ന് പറഞ്ഞാൽ പിന്തുടർന്നു. അപ്പോൾ ആരാണോ പിന്തുടർന്നത്, അല്ലെങ്കിൽ ആർ പിന്തുടർന്നുവോ, അല്ലെങ്കിൽ പിന്തുടർന്നവന്, ആ മൻ എന്നുള്ളതിന് വന് അങ്ങനെയുള്ളവന് എന്നുള്ള അർത്ഥം കൊടുക്കാം. അപ്പോൾ മനിത്തബ പിന്തുടർന്നവന് എന്ത്, അത് ദിക്റ. ദിക്ർ എന്ന് പറഞ്ഞാൽ ഉപദേശം, അല്ലെങ്കിൽ പ്രബോധനം, അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കൽ. ഇവിടെ അസ്ദിക്ർ അലിഫ്ലാം ചേർത്ത് പറഞ്ഞതുകൊണ്ട് അത് ദിക്റ എന്നുള്ളത് ഖുർആനെ സൂചിപ്പിക്കാനും ആവാം. അപ്പോൾ ഖുർആൻ എന്നുള്ള രൂപത്തിൽ അങ്ങനെയും പറയാം. അപ്പോൾ അതുവരെയുള്ള ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം പറഞ്ഞാൽ ഇന്നമാ തുൻസിറു മനിത്തബ അസ്ദിക്റ, നിശ്ചയമായും ഉപദേശം പിൻപറ്റുന്നവന് മാത്രമാണ് താങ്കൾ താക്കീത് നൽകുന്നത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്താണ്? തീർച്ചയായും ഉപദേശം പിൻപറ്റുന്നവന് മാത്രമേ താങ്കളുടെ താക്കീത് ഉപകാരപ്പെടുകയുള്ളൂ, അവന് മാത്രമേ അത് പ്രയോജനപ്പെടുകയുള്ളൂ. വ ഖശിയ റഹ്മാന ബിൽ ഗൈബ്, വ ഖശിയ, ഖശിയ എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ടു, വ ഖശിയ ഭയപ്പെടുകയും ചെയ്തു, വാവ് അത്ഫിൻ്റെ വാവ്. അർ റഹ്മാന പരമകാരുണികനെ, ബിൽ ഗൈബി അദൃശ്യത്തിൽ, ബി എന്ന് പറഞ്ഞാൽ ഇൽ എന്നർത്ഥം, ഗൈബ് അദൃശ്യമായത്, ബിൽ ഗൈബി അദൃശ്യമായതിൽ, അദൃശ്യത്തിൽ അല്ലെങ്കിൽ അദൃശ്യമായ നിലയിൽ. ഫ ബഷിർഹു, ബഷറ എന്ന് പറഞ്ഞാൽ സന്തോഷവാർത്ത അറിയിച്ചു എന്നാണ്. അതിൻ്റെ കൽപ്പനക്രിയ ബഷിർ, നീ സന്തോഷവാർത്ത അറിയിക്ക്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയതുകൊണ്ട് താങ്കൾ സന്തോഷവാർത്ത അറിയിക്കണം. ഫ അപ്പോൾ ബഷിർ, താങ്കൾ സന്തോഷവാർത്ത അറിയിക്കുക, ഹു അവന് എന്ന് പറഞ്ഞാൽ അത്തരം ആളുകൾക്ക്. ബി മഗ്ഫിറത്തിൻ, മഗ്ഫിറത്ത് പാപമോചനം, ബി മഗ്ഫിറത്തിൻ പാപമോചനം കൊണ്ട്. വ അജിരിൻ, അജിർ പ്രതിഫലം, വ അത് അത്ഫിൻ്റെ വാവാണ്, എന്നർത്ഥത്തിൽ. വ അജിരിൻ പ്രതിഫലവും എന്ന് പറഞ്ഞാൽ പ്രതിഫലവും കൊണ്ട് എന്നർത്ഥം. ആ ബി ഇങ്ങോട്ടും ബാധകമാണ്. കരീം മാന്യമായ, ഉദാരമായ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം ഇന്നമാ തുൻസിറു മനിത്തബ ദിക്റ വ ഖശിയ റഹ്മാന ബിൽ ഗൈബ്, അദൃശ്യമായ നിലയിൽ പരമകാരുണികനെ ഭയപ്പെടുകയും ഉപദേശം അല്ലെങ്കിൽ ഉത്ബോധനം അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തൽ അല്ലെങ്കിൽ ഖുർആൻ പിൻപറ്റുകയും ചെയ്യുന്നവന് മാത്രമേ താങ്കളുടെ താക്കീത് ഉപകാരപ്പെടുകയുള്ളൂ. ശരിക്കവിടെ അദൃശ്യമായ നിലയിൽ പരമകാരുണികനെ ഭയപ്പെടുകയും ഉത്ബോധനം പിൻപറ്റുകയും ചെയ്യുന്നവനോട് മാത്രമാണ് താങ്കൾ താക്കീത് ചെയ്യുന്നത് എന്നാണ് അവിടെ അർത്ഥം, വാക്കർത്ഥമായിട്ട് വരുമ്പോൾ. പക്ഷെ അതിൻ്റെ ഉദ്ദേശം എന്താണ്? അവർക്ക് മാത്രമേ ഇത് ഉപകരിക്കുകയുള്ളൂ. അടുത്തായത് ഇന്നാ നഹ്നു നൊഹീൽ മൗത്ത വ നക്തുബു മാ ഖദ്ദമു വ ആസാറഹും. ഇന്ന നിശ്ചയമായും നാം, ഇന്ന എന്ന് പറഞ്ഞാൽ നിശ്ചയമായും, അതിൻ്റെ കൂടെ നാ എന്ന് ചേർക്കുമ്പോൾ ഇന്നനാ എന്നും പറയാം, അല്ലെങ്കിൽ ഇന്ന എന്നും പറയാം. രണ്ട് രൂപത്തിലും പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന അല്ലെങ്കിൽ ഇന്നന എന്നൊക്കെ പറഞ്ഞാൽ നിശ്ചയമായും നാം. നഹ്നു വീണ്ടും അത് ആവർത്തിച്ചു, നാം. നഹ്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നർത്ഥമുണ്ട്, നാം എന്നർത്ഥമുണ്ട്. ഇന്ന നിശ്ചയമായും നാം, നഹ്നു നാം, നുഹി അഹ്യ എന്ന് പറഞ്ഞാൽ ജീവിപ്പിച്ചു എന്നാണ്. യുഹി നുഹി എന്നൊക്കെ പറഞ്ഞാൽ ജീവിപ്പിക്കും, ജീവിപ്പിക്കുന്നു. നുഹി എന്ന് പറഞ്ഞാൽ നാം ജീവിപ്പിക്കും. അപ്പോൾ അവിടെ 3 പ്രാവശ്യം നാം എന്ന് ആവർത്തിച്ചു വന്നു. ഇന്ന നിശ്ചയമായും നാം, നഹ്നു നാം, നുഹി നാം ജീവിപ്പിക്കുന്നു, അൽ മൗത്ത മരണപ്പെട്ടവരെ, വ നെക്തുബു കത്തബ എഴുതി, യക്തുബു നെക്തുബു എന്നൊക്കെ പറയുമ്പോൾ മുതാരിയാണ് ഇപ്പോൾ നടക്കുന്നത് അല്ലെങ്കിൽ വരാൻ പോകുന്നത്. അപ്പോൾ യക്തുബു എന്ന് പറഞ്ഞാൽ അവൻ എഴുതും, അവൻ എഴുതുന്നു. അക്തുബു ഞാൻ എഴുതും, ഞാൻ എഴുതുന്നു. തെക്തുബു നീ എഴുതും, നീ എഴുതുന്നു. നെക്തുബു നാം എഴുതും, നാം എഴുതുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ എഴുതും, ഞങ്ങൾ എഴുതുന്നു. വനെക്തുബു നാം എഴുതുകയും ചെയ്യുന്നു, നാം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു, നാം റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നു. മാ ഖദ്ദമു, ഖദ്ദമ മുൻകൂട്ടി ചെയ്തു, ഖദ്ദമു അവർ മുൻകൂട്ടി ചെയ്തു, മാ ഖദ്ദമു അവർ മുൻകൂട്ടി ചെയ്തത്. വ ആസാറഹും, അസർ എന്നുള്ളതിൻ്റെ ബഹുജനമാണ് ആസാർ, അടയാളങ്ങൾ അല്ലെങ്കിൽ അനന്തരഫലങ്ങൾ. ആസാർ എന്ന് പറഞ്ഞാൽ അനന്തരഫലങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അടയാളങ്ങൾ, അതിൻ്റെ ശേഷിപ്പുകൾ. ആസാറഹും, ഹും എന്ന് പറഞ്ഞാൽ അവരുടെ അല്ലെങ്കിൽ അവയുടെ എന്നുള്ള അർത്ഥവും കൊടുക്കാം. അപ്പോൾ ആസാറഹും അവരുടെ അനന്തരഫലങ്ങൾ. വ ആസാറഹും വാവ് അത്തിഫിൻ്റെ വാവാണ്, എന്നർത്ഥത്തിൽ. അപ്പോൾ വ ആസാറഹും അവരുടെ അനന്തരഫലങ്ങളും. വക്കുല്ല ഷെയ്ഇൻ അഹ്സൈനാഹു ഫി ഇമാമി മുബീൻ. വക്കുല്ല ഷെയ്ഇൻ വാവ് അത്തിഫിൻ്റെ വാവാണ്, തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യത്തിലേക്ക് ചേർത്തി പറയാൻ വേണ്ടിയിട്ട്, എന്നർത്ഥത്തിൽ. കുല്ല ഷെയ്ഇൻ, കുല്ല എല്ലാ, ഷെയ് കാര്യങ്ങൾ, വക്കുല്ല ഷെയ്ഇൻ എല്ലാ കാര്യങ്ങളും. അഹ്സൈനാഹു, അഹ്സ എന്ന് പറഞ്ഞാൽ കണക്കാക്കി എന്നാണ്. അഹ്സൈന നാം കണക്കാക്കി, അഹ്സൈനാഹു നാം അതിനെ കണക്കാക്കി.
ഫി ഇമാമിൻ മുബീൻ. ഫി ഇമാമിൻ, ഇമാം എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. കൂടുതലും നമ്മൾ കേട്ട് പരിചയമുള്ള അർത്ഥം എന്താണ്? ഇമാം എന്ന് പറഞ്ഞാൽ നേതാവ് അല്ലേ? പക്ഷേ അതല്ലാത്ത അർത്ഥങ്ങളുണ്ട്. ഇമാം എന്ന് പറഞ്ഞാൽ കേന്ദ്രം എന്നർത്ഥമുണ്ട്, രേഖ എന്നൊക്കെ വേണമെങ്കിൽ സാന്ദർഭികമായിട്ട് പറയാം. ഫി ഇമാമിൻ, ഒരു കേന്ദ്രത്തിൽ, മുബീൻ, വ്യക്തമായ അല്ലെങ്കിൽ സ്പഷ്ടമായ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം ഇന്നാ നഹ്നു നൊഹീൽ മൗത്ത വ നക്തുബു മാ ഖദ്ദമു വ ആസാറഹും. നിശ്ചയമായും നാം മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നു, അവർ മുൻകൂട്ടി ചെയ്തതും അതിൻ്റെ അനന്തരഫലങ്ങളും നാം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫി ഇമാമി മുബീൻ, എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തമായ കേന്ദ്രത്തിൽ നാം കണക്കാക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ആ ആളുകളുടെ, അവിടെയുള്ള ആളുകളുടെ, ആ അവിശ്വാസികളുടെ കൂട്ടത്തിൽ അധികം ആളുകളും വിശ്വസിക്കുന്നവരല്ല. ആ ആളുകൾക്കൊക്കെ കുറേ ബന്ധനങ്ങളുണ്ട്, അവർ അഹങ്കാരികളാണ്, അവർക്ക് മറയുണ്ട്, മുൻപിലും പിമ്പിലും ഒക്കെ മറയുണ്ട്, അവരുടെ മേലെ മൂടിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം അള്ളാഹു പറയാണ്, ആ അധികം ആളുകളെക്കുറിച്ചാണ് പറയണത്, അവരുടെ കാര്യത്തിൽ സമമാണ് താങ്കൾ അവർക്ക് താക്കീത് നൽകിയാലും ഇല്ലെങ്കിലും. എന്താണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? അത് നമ്മളും സാധാരണ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണല്ലേ. അവനോട് പറയുന്നതും പറയാതിരിക്കുന്നതും ഒക്കെ സമമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അങ്ങനെ പറയാറുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു പ്രയോജനമില്ല എന്നർത്ഥം. അതേപോലെ തന്നെയാണ് ഇവിടെ. ആ അവിശ്വാസികളിൽ അധികം ആളുകളുടെയും അവസ്ഥ, അവർക്ക് താക്കീത് നൽകിയാലും താക്കീത് നൽകിയിട്ടില്ലെങ്കിലും രണ്ടും സമാണ് എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ ഉദ്ദേശം. അതവിടെ കൃത്യമായിട്ട് പറയുകയും ചെയ്തു, ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുന്നതല്ല, അവർ വിശ്വസിക്കൂല. അപ്പോൾ അവർക്ക് താക്കീത് നൽകി, അതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. ഇനിയിപ്പോൾ താക്കീത് നൽകിയിട്ടില്ല, എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഇല്ല. രണ്ടാണെങ്കിലും സമമാണ് അവരുടെ കാര്യത്തിൽ എന്നർത്ഥം. അതൊരു പദപ്രയോഗമാണ്, ഒരു സാഹിത്യപരമായിട്ട് അങ്ങനെ പറയും. അങ്ങനെ കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും രണ്ടും സമമാണ് എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു നേട്ടവും ഉണ്ടാവില്ല, അവർ വിശ്വാസികളാവില്ല എന്നർത്ഥം. ഇന്നമാ തുൻസിറു മനിത്തബ ദിക്റ വ ഖശിയ റഹ്മാന ബിൽ ഗൈബ്. എന്നിട്ട് ആർക്കാണ് ഈ ഒരു താക്കീത് ഉപകാരപ്പെടുക എന്നുള്ളതാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. താങ്കളുടെ താക്കീത് ഉപകാരപ്പെടുന്നത്, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പദപ്രയോഗപ്രകാരം അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം, വാക്കർത്ഥ പ്രകാരം ഇന്നമാ തുൻസിറു, തീർച്ചയായും താങ്കൾ താക്കീത് നൽകുന്നത് മൻ ഇത്തബ ദിക്റ, ആരാണോ ആ ഒരു ഉത്ബോധനം, ആ ഉപദേശം പിൻപറ്റുന്നത്, അവർക്കാണ് താങ്കൾ താക്കീത് നൽകുന്നതെന്നാണ് വാക്കർത്ഥമായിട്ട് വരിക. പക്ഷേ അതിൻ്റെ ഉദ്ദേശം അവർക്ക് മാത്രമേ അത് പ്രയോജനപ്പെടുള്ളൂ. അല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെയുള്ള ഇത്തരം ആളുകൾക്ക്, ഈ ഉപദേശം ഉപകരിക്കുന്ന ആളുകളെ മാത്രം തിരഞ്ഞു കണ്ടുപിടിച്ച് അവർക്ക് മാത്രം ഉപദേശം നൽകിയെന്നല്ല. ഉദ്ദേശം ഇതാണ്, അവർക്ക് മാത്രമേ താങ്കളുടെ ഈ ഒരു താക്കീത് ഉപകാരപ്പെടുകയുള്ളൂ. ഈ താക്കീത് ഉപകരിക്കുന്ന ആളുകളുടെ ഒരു പ്രത്യേകത, ഇത്തബ ദിക്റ, അവർ ഈ ഒരു ഉത്ബോധനത്തെ, ഉപദേശത്തെ അല്ലെങ്കിൽ ഈ ഓർമ്മപ്പെടുത്തലിനെ അവർ പിൻപറ്റും, അത് സ്വീകരിക്കാൻ കൂട്ടാക്കും. അവർക്ക് മുൻധാരണകളൊന്നുമില്ല. സത്യമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരത് സ്വീകരിക്കും. യാതൊരു തരത്തിലും ഒരു മുൻധാരണയോ കാര്യങ്ങളോ വെച്ചുകൊണ്ട് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ആ രൂപത്തിൽ അതിനെ കാണുകയോ ചെയ്യുന്ന ആളുകളല്ല. മറിച്ച് അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ സ്വീകരിക്കാനുള്ള മനസ്സുള്ള ആളുകളാണ്. പക്ഷേ ചില ആളുകളുണ്ട്, അവർ മുൻധാരണ വെച്ചിട്ടാണ് എന്ത് തന്നെ ഇങ്ങോട്ട് പറഞ്ഞാലും നമ്മളത് സ്വീകരിക്കാൻ പോകുന്നില്ല, അത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാലും നമ്മളത് സ്വീകരിക്കൂല എന്ന് ആദ്യമേ തീരുമാനിച്ച് വെക്കും. അവരോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ അല്ലേ. ഈ ഉറങ്ങുന്ന ആൾക്കാരല്ലേ നമുക്ക് ഉണർത്താൻ പറ്റുള്ളൂ. ഉറക്കം നടിക്കുന്ന ആൾക്കാരെ ഒരിക്കലും നമുക്ക് പിടിച്ചുണർത്താൻ പറ്റില്ലല്ലോ. അതേപോലെ ഇത്തരം ആളുകളോട് നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം അവർ ആദ്യം തീരുമാനിച്ചതാണ് നമ്മളത് സ്വീകരിക്കൂല. അവർ പറയുന്നത് സത്യമൊക്കെ തന്നെ ആയിരിക്കും, പക്ഷേ സ്വീകരിക്കരുത് എന്ന് ആദ്യമേ മനസ്സിൽ ഉറപ്പിച്ച ആളുകളാണ്. അപ്പോൾ അവർക്ക് പിന്നെ ഇത് കൊടുത്തിട്ട് കാര്യമില്ല. അതേ സമയത്ത് സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ഞങ്ങൾ സ്വീകരിക്കും എന്ന് പറയുന്ന അത്തരം ആളുകളുണ്ട്. ഇതിനെ പിൻപറ്റാൻ മനസ്സ് കാണിക്കുന്ന ആളുകൾ, യാഥാർത്ഥ്യമാണ്, സത്യമാണ് എന്ന് അവർ മനസ്സിലാക്കിയാൽ സ്വീകരിക്കുന്ന ആളുകൾ, അത്തരം ആളുകൾക്കാണ് ഇത് പ്രയോജനപ്പെടുക. ശരിക്കും ഇത്തബ എന്ന് പറഞ്ഞാൽ അതിനകത്ത് രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത്തബ എന്ന് പറഞ്ഞാൽ പിൻപറ്റുക എന്നാണല്ലോ. എന്താണ് ഈ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ? ഒന്ന്, അതിൽ വിശ്വാസം വേണം. രണ്ട്, അതിൽ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തണം, അല്ലെങ്കിൽ നമ്മളത് അനുസരിച്ച് പ്രവർത്തിക്കണം. അപ്പോൾ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴേ പിൻപറ്റുക എന്ന് പറയാൻ പറ്റുള്ളൂ, ഇത്തബ എന്ന് പറയാൻ പറ്റുള്ളൂ. മാത്രമല്ല വ ഖശിയ റഹ്മാന ബിൽ ഗൈബ്, അദൃശ്യമായ രീതിയിൽ പരമകാരുണികനെ ഭയപ്പെടുകയും ചെയ്യുന്ന അത്തരം ആളുകൾക്ക്. എന്താണ് ഈ അദൃശ്യമായ നിലയിൽ പരമകാരുണികനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ? അതായത് നമ്മൾ കാണാത്ത ആ ഒരു പരമകാരുണികനെ,
അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹു നൽകിയ ദൃഷ്ടാന്തങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോൾ അതിൻ്റെ പിന്നിലൊരു സൃഷ്ടാവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതിനാണ് നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗപ്പെടുത്തുന്നത്. ഇവിടെയുള്ള ഈ ലോകത്തെ കാണുമ്പോൾ, ഈ ലോകത്തുള്ള പല പല കാര്യങ്ങളും കാണുമ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ ഇങ്ങനെ ആയത്, അല്ലെങ്കിൽ നമ്മുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എങ്ങനെയാണ് ഈ രൂപത്തിലേക്ക് ഒരു മനുഷ്യൻ വളർന്നത്, അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലൊരു സൃഷ്ടാവുണ്ട്. അതാണ് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കുന്ന കാര്യം. അപ്പോൾ അള്ളാഹുവിനെ നേരിട്ട് നമ്മൾ കണ്ടിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. നമ്മുടെ കണ്ണുകൾ കൊണ്ട് ഇന്നേ വരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആ ഒരു പരമകാരുണികനെ, ആ ഒരു സൃഷ്ടാവിനെ, ആ ഒരു അള്ളാഹുവിനെ നമ്മൾ ഭയപ്പെടുന്നു. അപ്പോൾ അദൃശ്യമായ നിലയിൽ ഭയപ്പെടുമ്പോൾ അതുകൊണ്ട് കിട്ടുന്ന ഏറ്റവും നല്ലൊരു പ്രയോജനം എന്താണ്? അള്ളാഹുവിനെ അദൃശ്യമായ രീതിയിൽ ഒരാൾ ഭയപ്പെടുകയാണെങ്കിൽ അയാൾ ഒറ്റക്കാകുന്ന സമയത്തും അങ്ങനെ തന്നെയായിരിക്കും. മറ്റുള്ള ആളുകൾ കാണുന്നുണ്ടോ കാണുന്നില്ലേ എന്നുള്ളതല്ല വിഷയം, അള്ളാഹു കാണുന്നുണ്ട്. കാരണം ആ അദൃശ്യനായ ആ ഒരു അള്ളാഹു എല്ലാ സമയത്തും നമ്മളെ എങ്ങോട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒറ്റക്കാണെങ്കിലും നമുക്ക് തെറ്റ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ഏതൊരവസ്ഥയിലാണെങ്കിലും അള്ളാഹു നമ്മളെ കാണുന്നുണ്ട്, നമ്മൾ അങ്ങോട്ട് കണ്ടിട്ടില്ലെങ്കിലും എന്ന ഒരു ബോധം ഒരു മനുഷ്യൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ആ മനുഷ്യൻ ഒരു സ്ഥലത്ത് ഒറ്റക്കാണെങ്കിൽ പോലും, മറ്റുള്ള ആരും കൂടെ ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് തെറ്റ് ചെയ്യാൻ സാധിക്കില്ല. എന്നിട്ട് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഫബശ്ശിർഹു ബിമഗ്ഫിറത്തിൻ വ അജ്രിൻ കരീം. എന്നിട്ട് ബശ്ശിർഹു, താങ്കൾ അവന് സന്തോഷവാർത്ത അറിയിക്കുക. ആർക്ക്? ഈ രൂപത്തിലുള്ള ആൾക്ക്, അദൃശ്യമായ നിലയിൽ പരമകാരുണികനെ ഭയപ്പെടുകയും ഈ ഒരു ഉത്ബോധനം സ്വീകരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന അത്തരം ആളുകളുണ്ടല്ലോ, അത്തരം ആൾക്ക് താങ്കൾ സന്തോഷവാർത്ത അറിയിക്കുക. ഫബശ്ശിർഹു, അവന് അല്ലെങ്കിൽ അത്തരം ആൾക്ക് സന്തോഷവാർത്ത അറിയിക്കണം. എന്തിനെക്കുറിച്ചാണ്? ബി മഗ്ഫിറത്തിൻ, പാപമോചനത്തെക്കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുക എന്ന് പറഞ്ഞാൽ അത്തരം ആളുകളുടെ കയ്യിൽ വന്നു പോകുന്ന തെറ്റുകൾ അള്ളാഹു പുറത്തു കൊടുക്കും. ഈ രൂപത്തിൽ അവർ ഈ ഒരു വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അവരുടെ കയ്യിൽ വന്നു പോകുന്ന പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. പാപമോചനമുണ്ട്, അള്ളാഹുവിനോട് തേടിയാൽ, അള്ളാഹുവിനോട് തൗബ ചെയ്താൽ അള്ളാഹു പുറത്തു കൊടുക്കും എന്നുള്ളൊരു സന്തോഷ വാർത്ത അവരോട് പറയുക. അപ്പോൾ സത്യവിശ്വാസികളായ ആളുകളുടെ കയ്യിൽ എന്തെങ്കിലും പാകപ്പിഴവുകൾ വന്നു പോയാൽ, അബദ്ധങ്ങൾ സംഭവിച്ചു പോയാൽ തൗബ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു അത് പുറത്തു കൊടുക്കുമെന്നുള്ള സന്തോഷ വാർത്ത അവരോട് പറയുക. മാത്രമല്ല വ അജ്രിൻ കരീം, അതിൻ്റെ കൂടെ മാന്യമായ പ്രതിഫലമുണ്ട്. എന്താണ് ഈ മാന്യമായ പ്രതിഫലം? നാളെ അള്ളാഹു നമുക്ക് പരലോകത്ത് വെച്ച് പ്രതിഫലം നൽകുമ്പോൾ ഒരാൾക്കും ഒരു പരാതി ഉണ്ടാവില്ല. എനിക്കിത് ഇത്രയൊന്നും പോരാ, ഇതിനേക്കാൾ പ്രതിഫലം എനിക്ക് കിട്ടാൻ അർഹതയുണ്ട്, പക്ഷേ എനിക്ക് കുറച്ചേ തന്നിട്ടുള്ളൂ എന്ന രൂപത്തിലൊന്നും ആർക്കും ഒരു പരാതി ഉണ്ടാവില്ല. മാന്യമായ പ്രതിഫലമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്ര പ്രതിഫലം നമുക്ക് ലഭിക്കും. നമുക്കൊരുപാട് കൂടുതൽ ലഭിക്കും. നന്മകൾക്ക് ഒരുപാട് ഇരട്ടി പ്രതിഫലം ലഭിക്കും. അതല്ലാതെ ആർക്കെങ്കിലും അവിടെ എനിക്ക് കിട്ടിയത് കുറഞ്ഞു പോയി എന്ന രൂപത്തിൽ ഒരു പരാതിയും ഉണ്ടാവില്ല. ഞാൻ ഒരുപാട് അമലുകൾ ചെയ്തു, പക്ഷേ അതിനർഹമായതല്ല എനിക്ക് കിട്ടിയത് എന്നൊരാൾക്കും പറയേണ്ടി വരില്ല. മാന്യമായ പ്രതിഫലം ലഭിക്കും. എന്നിട്ട് അള്ളാഹുവിനെ കൃത്യമായിട്ട് പരിചയപ്പെടുത്തുകയാണ്. ഇന്നാ നഹ്നു നുഹീൽ മൗത്ത. നോക്കൂ നിങ്ങൾ, 3 പ്രാവശ്യം നാം എന്ന് പറഞ്ഞു. ഇന്നാ, നിശ്ചയമായും നാം, നഹ്നു, നാം, നുഹി, നാം ജീവിപ്പിക്കുന്നു. 3 പ്രാവശ്യം നാം എന്ന് പറഞ്ഞു. അതിൻ്റെ ആ ഒരു ഗൗരവം, അത്രയധികം ഗൗരവത്തിലാണത് പറയുന്നത്. അല്ലെങ്കിൽ അത് ഉറപ്പിക്കുകയാണ്, അത് കേൾക്കുന്ന ആളുകൾക്ക് ഇനി ഒരു സംശയവും വേണ്ട, നാം മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നു. ഇതെന്തറിയോ, ഇത് മറ്റാർക്കെങ്കിലും കഴിയുമോ എന്ന് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ചോദ്യമായിട്ട് മനസ്സിലാക്കണം. അള്ളാഹു അത്രയധികം ഉറപ്പിച്ച് പറയുന്നൊരു കാര്യം. അപ്പോൾ മറ്റാർക്കെങ്കിലും ആ രൂപത്തിൽ മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ വേറെ ആർക്കെങ്കിലും കഴിയുമോ? എന്നാൽ അള്ളാഹുവിനത് കഴിയും. അള്ളാഹു മരണപ്പെട്ടവരെ ജീവിപ്പിക്കും. മാത്രമല്ല വനക്തുബു മാ ഖദ്ദമു വ ആസാറഹും, അവൻ രേഖപ്പെടുത്തുന്നുണ്ട്, അവൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ മുൻകൂട്ടി ചെയ്തതും അതിൻ്റെ അനന്തരഫലങ്ങളും. നമ്മൾക്ക് ഇവിടെ പല പല കർമ്മങ്ങളും ചെയ്യും അല്ലേ, പലതും സംസാരിക്കും. ഇതൊക്കെ രേഖപ്പെടുത്താൻ ഒരു പക്ഷേ നമുക്ക് കഴിഞ്ഞേക്കും. പക്ഷേ ഇതിൻ്റെ അനന്തരഫലങ്ങൾ അത് രേഖപ്പെടുത്തൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ അള്ളാഹു നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളും നമ്മുടെ സംസാരവും മാത്രമല്ല രേഖപ്പെടുത്തുന്നത്, അതിൻ്റെ അനന്തരഫലങ്ങൾ കൂടി രേഖപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ ഒരു കാര്യം ചെയ്തു, ആ കാര്യം ചെയ്തത് അയാളുടെ മനസ്സിലുണ്ടാവും. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമോ മറ്റൊക്കെ അദ്ദേഹം ചെയ്ത ആ പ്രവൃത്തി കാരണം പിന്നീട് ആളുകളിലുണ്ടായ മാറ്റങ്ങളും പിന്നീട് ആളുകൾക്ക് ഉണ്ടായ അത് സ്വാധീനം ചെലുത്തിയത് കൊണ്ടുണ്ടായ കാര്യങ്ങളൊന്നും
ഒരു പക്ഷേ ആരും ശ്രദ്ധിക്കാതെ പോകും. പക്ഷെ ഇതൊക്കെ ആ ചെയ്ത ആളുടെ രേഖയിൽ വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളൊരു നല്ല കാര്യം ചെയ്തു, ഒരാളൊരു പള്ളി ഉണ്ടാക്കി. അങ്ങനെ ആ പള്ളി ഉണ്ടാക്കി എന്നുള്ളത് അദ്ദേഹം ചെയ്തൊരു കർമ്മമാണ്. ആ കർമ്മത്തിന് ഒരു കൂലിയുണ്ട്. ഒരു പള്ളി ഉണ്ടാക്കി എന്നുള്ളതിന് കൂലിയുണ്ട്. പിന്നീട് അദ്ദേഹം മരിച്ചുപോയി. ആ പള്ളിയിൽ ഒരുപാട് ആളുകൾ നിസ്കരിക്കുന്നുണ്ട്. അദ്ദേഹം ചെയ്ത ആ സൽക്കർമ്മത്തെ മറ്റൊരുപാട് ആളുകൾ ഉപകാരപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കൂലി ആ ചെയ്യുന്ന ആളുകൾക്ക് ഒരു കുറവും വരുത്താത്ത രൂപത്തിൽ ആ പള്ളി ഉണ്ടാക്കിയ ആൾക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആ കൂലിയിൽ ഒരു ഭാഗം അവർക്ക് പോയിക്കൊണ്ടിരിക്കും, അയാൾക്ക് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഇവരിൽ ഒരു കുറവും വരുത്താതെ ഇവർ ചെയ്യുന്നതിനൊക്കെ ഉള്ളത് ഇവർക്ക് കിട്ടും. എന്നാൽ അങ്ങനെ ചെയ്യുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ആ പ്രതിഫലം അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാറുള്ളൂ, നമ്മൾ ആലോചിക്കാറുള്ളൂ. ആ ഒരു കർമ്മം ചെയ്തു എന്നുള്ളത്, അത് സൽക്കർമ്മം ആവട്ടെ അല്ലെങ്കിൽ തെറ്റായ ഒരു കാര്യമാവട്ടെ. പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന അനന്തര ഫലങ്ങളെക്കുറിച്ച് പലപ്പോഴും ആളുകൾ ചിന്തിക്കാറില്ല. ഇപ്പോൾ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു, ആ വാക്ക് പറഞ്ഞാൽ ആ വാക്ക് മറ്റൊരാൾ കേട്ടു, അത് വേറെ ആളോട് പറഞ്ഞു, അങ്ങനെ 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 പോയി അത് മറ്റുള്ള ആളുകളിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കി അവർ തെറ്റായ കാര്യങ്ങൾ ചെയ്യാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞിട്ടാണ് അത് ആ രൂപത്തിലെത്തിയതെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ ഇദ്ദേഹമായതുകൊണ്ട് ഇദ്ദേഹത്തിന് അതിൻ്റെ കുറ്റം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. ആ ഒരു കർമ്മം അവിടെ ചെയ്താലും അതിനുശേഷം അതുണ്ടാക്കുന്ന അനന്തരഫലങ്ങളുണ്ട്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പും മരിച്ചതിന് ശേഷവുമൊക്കെ അദ്ദേഹം ചെയ്ത ആ കർമ്മം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്ക് അത് എന്തൊക്കെ തരത്തിൽ ആ സമൂഹത്തിൽ മറ്റുള്ള ആളുകളിൽ ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കും. അതിന് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അതൊരു നല്ല കാര്യമാണെങ്കിൽ നമുക്ക് ആ അനന്തരഫലങ്ങളുടെ കൂലി നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മൾ ചെയ്തതൊരു തെറ്റായ കാര്യമാണെങ്കിൽ, ആളുകളെ തെറ്റിലേക്ക് നീക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ, ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ രേഖയിലേക്കും ആ തെറ്റിനുള്ള, ആ ആളുകൾ ചെയ്യുന്ന തെറ്റിനുള്ള ആ കുറ്റത്തിൻ്റെ ഭാഗം നമ്മുടെ രേഖയിലേക്കും വന്നുകൊണ്ടേയിരിക്കും. അത് നമ്മൾ വളരെയധികം പേടിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ആളുകൾ എന്തെങ്കിലുമൊക്കെ ഒരു തിന്മ ഉണ്ടാക്കി അങ്ങ് മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? പക്ഷേ ആ തിന്മ അവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ഇദ്ദേഹം കുറ്റക്കാരാണ്, ഇദ്ദേഹത്തിന് അതിൻ്റെ ആ കുറ്റത്തിൻ്റെ ഭാഗം വന്നുകൊണ്ടേയിരിക്കും. നാട്ടിൽ ഒരു മോശപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കി വെച്ചു, ഒരു കള്ള് ഷാപ്പ് ഉണ്ടാക്കി വെച്ചു എന്ന് വിചാരിക്കുക ഉദാഹരണത്തിന്. ആളുകൾ ആ ഒരു കള്ള് ഷാപ്പിൽ പോയി കള്ള് കുടിച്ചുകൊണ്ടിരിക്കുന്നു. അതവിടെ ആ തരത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ആ ആളുകൾ ചെയ്യുന്ന ആ ഒരു തെറ്റിനുള്ള കുറ്റം, ആ കുറ്റത്തിൻ്റെ ഭാഗം ഇതുണ്ടാക്കിയ ഇയാൾക്കും വന്നുകൊണ്ടേയിരിക്കും. അതേസമയത്ത് നല്ലൊരു കാര്യമാണ് ഉണ്ടാക്കിയെങ്കിൽ ആ ആളുകൾ നന്മ പ്രവർത്തിക്കുമ്പോൾ ആ ആൾക്കും ആ നന്മയുടെ ഒരു ഭാഗം വന്നുകൊണ്ടേയിരിക്കും. ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ 3 കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം മുറിഞ്ഞു പോകും. എന്തൊക്കെയാണ് ആ ബാക്കിയാകുന്ന 3 കാര്യങ്ങൾ? ഒന്ന്, പ്രയോജനപ്പെടുന്ന അറിവിൻ്റെ വ്യാപനം. അദ്ദേഹം എന്തെങ്കിലുമൊക്കെ അറിവ് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ള ആളുകൾക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു കൂലി അദ്ദേഹത്തിന് കിട്ടും. 2, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനം. ഏതെങ്കിലും സന്താനം പ്രാർത്ഥിച്ചാൽ പോരാ, സ്വാലിഹായ സന്താനം. അങ്ങനെ ഒരു പ്രാർത്ഥന അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് ഉപകാരപ്പെടും. 3ാമത് പറഞ്ഞത് സദഖത്തുൻ ജാരിയ, ഒഴുകുന്ന സദഖ. എന്താണ് ഈ ഒഴുകുന്ന സദഖ? അത് അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും, അതിൻ്റെ പ്രതിഫലം അങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ രൂപത്തിൽ എന്തെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ, അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ എന്തെങ്കിലും ഒരു സൽക്കർമ്മം ആ രൂപത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആളുകൾ പ്രയോജനപ്പെടുത്തുന്ന കാലം അത്രയും അദ്ദേഹത്തിന് അതിൻ്റെ ആ ഒരു പ്രതിഫലം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതാണ് സദഖത്തുൻ ജാരിയ. വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫി ഇമാമി മുബീൻ. എല്ലാ കാര്യങ്ങളും അള്ളാഹു വ്യക്തമായ ഒരു കേന്ദ്രത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാറ്റിനുമുള്ളൊരു കണക്ക്, കൃത്യമായ കണക്ക് അള്ളാഹുവിൻ്റെ അടുത്തുണ്ട്. അള്ളാഹു അത് കൃത്യമായി കണക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായി അതിൻ്റെ കണക്ക് സൂക്ഷിച്ചിട്ടുണ്ട്. അള്ളാഹു എല്ലാറ്റിൻ്റെയും ഒരു കണക്ക് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇമാമി മുബീൻ എന്നുള്ളതിന് 2 തരത്തിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾ അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ അത് എല്ലാ മനുഷ്യർക്കുമുള്ള കർമ്മരേഖ, ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ രേഖപ്പെടുത്തുന്ന ഒരു കർമ്മരേഖ ഉണ്ടല്ലോ ഓരോരുത്തർക്കും, ആ ഒരു കർമ്മരേഖയാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്ന അഭിപ്രായമുണ്ട്. അതല്ല, ലൗഹുൽ മഹ്ഫൂദ്, എല്ലാ അറിവുകളും രേഖപ്പെടുത്തിയിരിക്കുന്ന അള്ളാഹുവിൻ്റെ അടുത്തുള്ള ഒരു പ്രത്യേകമായ കേന്ദ്രം അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ സംവിധാനം, അതിനെയാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്നും അഭിപ്രായമുണ്ട്. ഏതായാലും
അള്ളാഹു കൃത്യമായി എല്ലാ കാര്യങ്ങളും അവിടെ കണക്ക് വെച്ചിട്ടുണ്ട്, കണക്കാക്കി വെച്ചിട്ടുണ്ട്, ആ കണക്ക് സൂക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ബോധം എല്ലാ ആളുകൾക്കും ഉണ്ടാവണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ആർക്കാണ് ഈ താക്കീത് ഉപകാരപ്പെടുക എന്ന് പറഞ്ഞു. ആ ആളുകൾക്ക് മാത്രം താക്കീത് നൽകിയാൽ മതിയോ? പോരാ. താക്കീത് ആർക്കാണ് ഉപകാരപ്പെടുക എന്ന് അള്ളാഹ്ക്കറിയാം, പക്ഷെ നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് നമ്മളെല്ലാവർക്കും താക്കീത് നൽകണം. ഫിർഔന് പോലും ഈ ഒരു പ്രബോധനം എത്തിക്കാൻ വേണ്ടി പറഞ്ഞില്ലേ? അപ്പോൾ അള്ളാഹുവിനെ അറിയുള്ളൂ ആർക്കൊക്കെയാണ് ഇത് ഉപകാരപ്പെടുക, ആർക്കൊക്കെയാണ് ഉപകാരപ്പെടാതിരിക്കുക. നമുക്കറിയില്ല, പ്രവാചകന്മാർക്ക് പോലും അറിയില്ല. അതുകൊണ്ട് എല്ലാ ആളുകൾക്കും ഈ സന്ദേശം എത്തിക്കൽ, ഈ പ്രബോധനം എത്തിക്കൽ, അല്ലെങ്കിൽ ഈ പരിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചം എല്ലാ ആളുകൾക്കും പറഞ്ഞു കൊടുക്കൽ, അത് നമ്മുടെ കടമയാണ്. അതല്ലാതെ നമ്മളായിട്ട് തീരുമാനിക്കാൻ പാടില്ല. ചില ആളുകളെ കണ്ടിട്ട് അവർക്കിത് ഉപകാരപ്പെടില്ല, ഇവർക്ക് ഉപകാരപ്പെടും എന്ന രൂപത്തിൽ നമ്മൾ തീരുമാനിക്കാൻ പാടില്ല. എല്ലാ ആളുകൾക്കും ഈ ഒരു സന്ദേശം എത്തിക്കൽ നമ്മുടെ കടമയാണ്. ആരെയും നിർബന്ധിക്കാൻ പാടില്ല, ആരെയും പ്രലോഭിപ്പിക്കാൻ പാടില്ല, ആരെയും പ്രകോപിപ്പിക്കാൻ പാടില്ല. ഈ സന്ദേശം ശാന്തമായ രൂപത്തിൽ സ്നേഹത്തോടു കൂടി എല്ലാ ആളുകൾക്കും ഇത് പറഞ്ഞു കൊടുക്കുക. ആളുകൾക്ക് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. പക്ഷേ എത്തിക്കൽ ഓരോരുത്തരുടെയും കടമയാണ്. ഇതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ഈ ആയത്ത് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇത് ഉപകാരപ്പെടുന്ന ആളുകൾക്ക് മാത്രമാണിത് എത്തിച്ചു കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള രൂപത്തിൽ വിശദീകരിക്കാൻ പാടില്ല. പലപ്പോഴും നമ്മൾ തന്നെ അത്ഭുതപ്പെടാറില്ലേ, ഇസ്ലാമിനെ വളരെയധികം ശക്തമായി ആക്ഷേപിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ പലപ്പോഴും അതിന് ശേഷം തിരിച്ച് ഒരു മടങ്ങി വരവ്, അവർ പിന്നീട് വളരെ സൗഹാർദ്ദത്തിലും സ്നേഹത്തിലുമൊക്കെ ആകുന്നതും അവർ പശ്ചാത്തപിച്ച് മടങ്ങുന്നതും ഒക്കെ കാണുന്നതാണ്. പല ആളുകളും ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം അവരുടെ പഴയ കാര്യങ്ങൾ അവർ പറയാറുണ്ടല്ലോ, ഏത് രൂപത്തിലായിരുന്നു അവരിതിനെ കണ്ടിരുന്നതെന്നൊക്കെ. അതുകൊണ്ട് നമുക്കറിയില്ല അവർ പിൽക്കാലത്ത് പിന്നീട് വരും കാലങ്ങളിൽ അവർ ഏത് രൂപത്തിലാണ് ആയി മാറുക എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാ ആളുകൾക്കും ഈ സന്ദേശം എത്തിക്കുക, എല്ലാവർക്കും അള്ളാഹു ഹിദായത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ആർക്കൊക്കെയാണ് ഏതൊക്കെ തരത്തിലാണ് അവരുടെ പിന്നീടുള്ള ജീവിതത്തിൽ മാറ്റം വരിക എന്ന് നമുക്കൊരിക്കലും നിശ്ചയിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ആരെയും നമ്മളൊരു മുൻധാരണ വെച്ച് കാണാതിരിക്കുക. ഉമർ അല്ലാഹു അൻഹു എത്ര വലിയ ക്രൂരതയുള്ള ആളായിരുന്നു നമുക്കറിയാം. ആ ആളാണ് ഏറ്റവും നല്ല ഒരു മനുഷ്യനായിട്ട് പിന്നീട് മാറിയത്. അപ്പോൾ അതൊക്കെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ആരെയും ഒരു മുൻധാരണയോടുകൂടി കാണാതിരിക്കണം. നമുക്ക് ഈ ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. സവാ ഉൻ അലൈഹിം, സവാ ഉൻ, വാ എന്നുള്ള നീട്ടലിന് ശേഷം ഹംസ വന്നു. ഒരേ പദത്തിലാണ് മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നത്. അത് മദ്ദും മുത്തസിലാണ്. നിർബന്ധമായും 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം അവിടെ നീട്ടണം. സവാ ഉൻ, സവാ ഉൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീന് ശേഷം ഐനാണ്. ഐനിൻ്റെ മുമ്പ് തെൻവീന് വന്നാൽ ആ തെൻവീനിനെ ഇൽഹാർ ചെയ്യണം, വെളിവാക്കി പറയണം. അപ്പോൾ സവാ ഉൻ, ഉൻ അവിടെ എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. അലൈഹിം അൻസർതഹും, അൻസർതഹും എന്ന് പറയുമ്പോൾ ദാലിൻ്റെ മുമ്പ് സുക്കൂന നൂന് വന്നു, അതിന് ഇഖ്ഫാ ചെയ്യുക, അല്ലെങ്കിൽ മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക, അവ്യക്തമാക്കി മണിക്കുക എന്ന് പറയാം. അൻ എന്ന് പറയില്ല. അൻസർതഹും. അംലം തുൻസിർഹും, തുൻസിർ അവിടെയും ദാലിൻ്റെ മുമ്പ് സുക്കൂന നൂന് വന്നു, അതിനെ ഇഖ്ഫാ ചെയ്യുക, തുൻസിർ. റാഇന് സുക്കൂന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കെസറ്, ശേഷം ഇസ്തിലാഹിൻ്റെ അക്ഷരം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ തുൻസിർ രി എന്നുള്ള ഉച്ചാരണം കൊടുക്കുക. തുൻസിർഹും. ലാ യുഅ്മിനൂൻ അവസാനത്തെ നൂന് സുക്കൂന് തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. അടുത്ത ആയത്ത് ഇന്നമ, നൂനിൻ്റെ ശബ്ദം മണിക്കുക. തുൻസിറു അവിടെ നേരത്തെ പറഞ്ഞ അതേ നിയമം, ദാലിൻ്റെ മുമ്പ് സുക്കൂന നൂന് വന്നു, ഇഖ്ഫാ ചെയ്യുക, തുൻസിറു. മനിത്തബ ദിക്റ വ ഖശിയ റഹ്മാന ബിൽ ഗൈബ്, അവിടെ നമുക്കൊരു സിലി കാണാം. പാരായണം നിർത്താം, നിർത്താതെയും ഓതാം. നിർത്താതെ ഓതാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നിർത്തുവാണെങ്കിൽ ആ ഗൈബ് എന്നുള്ളതിൻ്റെ അവസാനത്തെ ആ ബാഇന് സുക്കൂനിട്ടിട്ടാണ് നിർത്തേണ്ടത്. അപ്പോൾ ബിൽ ഗൈബ് അങ്ങനെയാകുമ്പോൾ ആ ബാഇന് സുക്കൂനിട്ട് നിർത്തുമ്പോൾ തൊട്ട് മുമ്പ് ഒരു ലീനിൻ്റെ അക്ഷരം മദ് ലീൻ വന്നു എന്ന് പറയാം, യാഇന് സുക്കൂനായതുകൊണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാം. ബിൽ ഗൈബ്. മാത്രമല്ല ആ ബാഇന് സുക്കൂനിട്ട് നിർത്തുമ്പോൾ അത് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്. അതിന് സുക്കൂന് വരുന്ന സമയത്ത് കുറച്ച് വെളിവാക്കി പറയണം. അപ്പോൾ ഗൈബ് എന്നുള്ള രൂപത്തിൽ വ്യക്തമായി കേൾക്കുന്ന രൂപത്തിൽ ആ ഒരു ബാഇനെ ഉച്ചരിക്കണം. ഇനി നിർത്താതെയാണ് ഓതുന്നതെങ്കിൽ ബിൽ ഗൈബി അവിടെ എഴുതിയ പോലെ തന്നെ പാരായണം ചെയ്തു പോവാം. ഫബഷിർഹു, റാഇന് സുക്കൂന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കെസറ്, തൊട്ട് ശേഷം ഇസ്തിലാഹിൻ്റെ അക്ഷരം വന്നിട്ടില്ല, അതുകൊണ്ട് രി എന്നുള്ള ഉച്ചാരണം കൊടുക്കുക. ഫബഷിർഹു. ഹു എന്നുള്ളത് ഹാ ഉദമീറാണ്. അതിന് മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ടോ നോക്കിയാൽ മുമ്പ് ഹർക്കത്തില്ല. അതുകൊണ്ട് ആ ഹു എന്നുള്ളതിനെ നീട്ടാൻ പാടില്ല. ഫബഷിർഹു എന്നേ പറയാവൂ. ബി മഗ്ഫിറത്തിൻ വ അജിരിൻ, ജീമിന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം, കുറച്ച് വെളിവാക്കി പറയണം. ജ് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. വ അജിരിൻ.
റാഇന് കസ്ർ തെൻവീന് അവിടെ റിൻ എന്നുള്ള ഉച്ചാരണം കൊടുക്കുക. അജിരിൻ അവിടെ തെൻവീന് വന്നതിന് ശേഷം കാഫാണ്. അപ്പോൾ കാഫിൻ്റെ മുമ്പ് തെൻവീന് വരുമ്പോൾ അതിനെ ഇഖ്ഫാ ചെയ്യണം, മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം. അജിരി കരീം, അജിരി കരീം. അവസാനത്തെ മീമിന് സുക്കൂന് തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. അടുത്തായത് ഇന്ന നൂൻ്റെ ശബ്ദം മണിക്കുക. നഹ്നു നുഹീൽ മൗത്ത വനക്തുബു മാ ഖദ്ദമു വ ആസാറഹും. അവിടെ ഒരു ജീമ് കാണാം. പാരായണം നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യം. വക്കുല്ല ഷെയ് ഇൻ അവിടെ തെൻവീന്, അതിനുശേഷം ഹംസയാണ്. ഹംസയുടെ മുമ്പ് തെൻവീന് വന്നാലും നേരത്തെ പറഞ്ഞ പോലെ ഇൽഹാറാണ് നിയമം. ഷെയ് ഇൻ എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. ഷെയ് ഇൻ അഹ്സൈനാഹു അവിടെ ഹു എന്നുള്ളത് ഹ ഉലമീറാണ്. അതിന് മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ടോ നോക്കിയാൽ അവിടെ ശ്രദ്ധിക്കണം. ശേഷം ഹർക്കത്തുണ്ട്, പക്ഷെ മുമ്പ് നാ എന്നുള്ള നീട്ടലാണ്. ഒരു നീട്ടൽ, ഒരു മദ് കണ്ടു കഴിഞ്ഞാൽ അതിനെ ഹർക്കത്തായിട്ട് പരിഗണിക്കൂല. അപ്പോൾ ആ ഹ ഉലമീറിൻ്റെ മുമ്പ് ഹർക്കത്തില്ല എന്നാണ് പറയാം. അതുകൊണ്ട് തന്നെ അതിനെ നീട്ടാൻ പാടില്ല. അഹ്സൈനാഹു എന്നേ പറയാവൂ. ഫീ ഇമാമിൻ, ഫീ എന്നുള്ള ആ ഒരു നീട്ടലിന് ശേഷം ഹംസ വന്നു. വ്യത്യസ്ത പദങ്ങളിലാണ്. ഫീ വേറെ പദം, ഇമാമ് വേറെ പദം. അപ്പോൾ വ്യത്യസ്ത പദങ്ങളിലായിട്ട് അടുത്തടുത്ത് മദ്ദും ഹംസയും വന്നു. അങ്ങനെയാകുമ്പോൾ 4-5 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. മദ് മുൻഫസിൽ. ഫീ ഇമാമിൻ, ഇമാമിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീന് ശേഷം മീമാണ്. മീമിൻ്റെ മുമ്പ് തെൻവീന് വന്നാൽ ആ തെൻവീനിനെ മീമിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ ഇമാമിം മുബീൻ, ഇമാമിം മുബീൻ. അവസാനത്തെ നൂന് സുക്കൂന് തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. നമുക്ക് ഈ ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ നോക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വസവാഉൻ അലൈഹിം അഅൻസർതഹും അം ലം തുൻസിർഹും ലാ യുഅ്മിനൂൻ. ഇന്നമാ തുൻസിറു മനിത്തബഅ الذിക്റ വഖശിയർ റഹ്മാന ബിൽ ഗൈബ് ഫബശ്ശിർഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. ഇനി നമുക്ക് ഈ ആയത്തുകളിൽ വന്ന ഗ്രാമർ നോക്കാം. വസവാഉൻ അലൈഹിം അഅൻസർതഹും. അൻസർതഹും എന്നെടുത്തു കഴിഞ്ഞാൽ അവിടെ ഫിഅലും ഫായിലും മഫ്ഊലും ബിഹിയും വന്നു. ഫിഅൽ എന്ന് പറഞ്ഞാൽ ക്രിയ അല്ലെങ്കിൽ വെർബ്, ഫായിൽ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് അല്ലെങ്കിൽ കർത്താവ്, മഫ്ഊലും ബിഹി എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കർമ്മം. ഇവിടെ അൻസറ എന്നുള്ളതാണ് ക്രിയ അല്ലെങ്കിൽ ഫിഅൽ. ഇനി ആ ഒരു താ ഉണ്ടല്ലോ, അൻസർത എന്നുള്ളിടത്ത് താ ഉണ്ട് അവസാനത്തിൽ, അതാണ് അവിടെ ഫായിൽ. ഹും എന്നുള്ളതാണ് മഫ്ഊലും ബിഹി. ഈ ഫായിലിന് സാധാരണഗതിയിൽ റഫ് ആണ് കൊടുക്കുക. ഇവിടെ താ എന്നുള്ളതിന് പ്രത്യേകിച്ച് റഫ് ഇടാനൊന്നും പറ്റില്ല, അത് റഫിൻ്റെ സ്ഥാനത്താണെന്ന് പറയാനേ പറ്റുള്ളൂ. ഹും എന്നുള്ളത് മഫ്ഊലും ബിഹിയാണ്, അതും ഒരു മബിനിയായ പദമാണ്. അതിന് നമുക്ക് പ്രത്യേകിച്ച് നെസ്ബിൻ്റെ അടയാളം സാധാരണ നമ്മൾ ഫത്ത് കൊണ്ടൊക്കെയാണ് കാണിക്കുക. പക്ഷേ ഇവിടെ ഹുമ എന്ന് എഴുതാനൊന്നും പറ്റില്ല. അവിടെ ആ ഹും എന്നുള്ളത് മബിനി ആയതുകൊണ്ട് അത് നെസ്ബിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം. മഫ്ഊലും ബിഹിക്ക് എന്തായാലും നെസ്ബ് കൊടുക്കണം, പക്ഷേ ഇവിടെ അത് നെസ്ബ് ഇടാൻ പറ്റാത്തതുകൊണ്ട്, അതിന് ഫത്ത് ഇടാൻ പറ്റാത്തതുകൊണ്ട് നെസ്ബിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം. അം ലം തുൻസിർഹും, അവിടെ തുൻസിറു എന്നുള്ളതിൻ്റെ മുമ്പിൽ ലം വന്നു. തുൻസിറു എന്നുള്ളത് മുലാരി ആയിട്ടുള്ളൊരു പദമാണ്. മുലാരി ആയിട്ടുള്ളൊരു പദത്തിൻ്റെ മുമ്പിൽ ലം വന്നാൽ ആ മുലാരി ആയിട്ടുള്ള പദത്തിന് ജസ്മ് കിട്ടും. സാധാരണഗതിയിൽ ജസ്മ് എന്ന് പറഞ്ഞാൽ സുക്കൂന് കൊണ്ടാണ് സൂചിപ്പിക്കുക, എപ്പോഴും അങ്ങനെ അല്ലെങ്കിലും. ഇവിടെ തുൻസിറു എന്നുള്ള ആ ഒരു മുലാരി ആയിട്ടുള്ള ക്രിയയുടെ മുമ്പിൽ ലം വന്നപ്പോൾ തുൻസിറു എന്നുള്ളത് തുൻസിർ എന്നായി. ജസ്മ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ സുക്കൂൻ അവിടെ കാണിച്ചത്. അപ്പോൾ ലം തുൻസിർ ഹും ലാ യുഅ്മിനൂൻ. ഇന്നമാ തുൻസിറു മനിത്തബ. ഈ മൻ ഇത്തബ എന്നുള്ളതാണ് മനിത്തബ എന്നായത്. അതെങ്ങനെയാണ് അങ്ങനെ ആയത്? മൻ ഇത്തബ എന്ന് എഴുതി കഴിഞ്ഞാൽ മൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂന്, ഇത്തബ എന്നുള്ള പദത്തിൻ്റെ ഉച്ചരിക്കുന്ന ആദ്യത്തെ അക്ഷരം താ ആണ്. അതിൻ്റെ ഇടയ്ക്കൊരു ഹംസത്ത് വസലുണ്ട്, അതിന് ഉച്ചരിക്കൂല. ഉച്ചരിക്കുന്ന ആദ്യത്തെ അക്ഷരം ആ ഒരു ഷദ്ദുള്ള താ ആണ്. ആ ഷദ്ദുള്ള താഇനെ പിരിച്ചെഴുതുമ്പോൾ 2 താ എഴുതണം. ആദ്യത്തെ താഇന് സുക്കൂന്, രണ്ടാമത്തേന് ഫത്ഹ്. അങ്ങനെയാണ് ഇതിനെ പിരിച്ചെഴുതുക. അപ്പോൾ സുക്കൂനുള്ള താ അവിടെ തുടക്കത്തിൽ വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, മൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനുണ്ട്. ഇത്തബ എന്നുള്ള ആ ഒരു വാക്കിനെ പിരിച്ചെഴുതുമ്പോൾ അതിൻ്റെ ആദ്യത്തെ അക്ഷരം സുക്കൂനുള്ള താ ആയിട്ട് മാറും. അപ്പോൾ അടുത്തടുത്ത് 2 സുക്കൂനുകൾ വരൂലേ? അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ പാരായണം മുറിഞ്ഞു പോകും. മൻ ഇത്തബ എന്ന് പറയുമ്പോൾ അവിടെ നിർത്തേണ്ടി വരും. ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി ആദ്യത്തെ സുക്കൂനുള്ള ആ ഒരു ഭാഗത്തെ മാറ്റും. ഇവിടെ മൻ എന്നുള്ളത് മനി എന്നുള്ള രൂപത്തിലേക്ക് മാറ്റി മനിത്തബ. അത് ദിക്റ, ഇത്തബ പിന്തുടർന്നു. എന്തിനെ പിന്തുടർന്നു? അത് ദിക്റ, ദിക്റിനെ. അപ്പോൾ ആ ദിക്റ എന്നുള്ളത് അവിടെ മഫ്ഊലും ബിഹിയാണ്, ഒബ്ജക്റ്റാണ്, കർമ്മാണ്. അതിനെപ്പോഴും ഇറാബ് നെസ്ബാണ്. അതുകൊണ്ടാണ് ദിക്റ എന്ന് ഫത്ത് ഇട്ട് എഴുതിയത്. വ ഹഷിയ
ഭയപ്പെടുകയും ചെയ്തു ആരെ അർ റഹ്മാന പരമകാരുണികനെ, അതും അവിടെ മഫ്ഊലുൻ ബിഹിയാണ്. അതുകൊണ്ടാണ് റഹ്മാന എന്ന് അവിടെ ഫത്ഹയിട്ട് എഴുതിയത് നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ബിൽ ഗൈബി, ബി എന്നുള്ളത് ഹർഫ് ജറാണ്. ബിക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജെറ് കിട്ടും. അതുകൊണ്ടാണ് ഗൈബി അവസാനത്തിൽ കസ്റിട്ട് എഴുതിയത്. ജെറ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഏറ്റവും കൂടുതലായിട്ട് കസ്റ് കൊണ്ടാണല്ലോ സൂചിപ്പിക്കുക. അതുകൊണ്ടാണ് ബിൽ ഗൈബി എന്നുള്ള രൂപത്തിൽ അവസാനത്തിൽ കസ്റിട്ട് എഴുതിയത്. ബഷീർഹു, അവിടെ ബഷറ എന്നുള്ള പദത്തിൻ്റെ കൽപ്പനക്രിയയാണ് ബഷീർ. അപ്പോൾ അവിടെ ഫേൽ എന്താണ്? ആ ബഷറ എന്നുള്ള പദമാണ്, അല്ലെങ്കിൽ ബഷീർ എന്നുള്ള പദമാണ് അവിടെ ഫേല്. അൻത എന്നുള്ള നീ അല്ലെങ്കിൽ താങ്കൾ എന്നുള്ള ഒരു ഭാഗം അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കണം എന്നല്ലേ, അപ്പോൾ അവിടെ ഫായില് അൻതയാണ്, അതവിടെ ഒളിഞ്ഞിരിക്കണം, അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഹു, അങ്ങനെയുള്ളവനെ, അങ്ങനെയുള്ള ആളെ. അപ്പോൾ ആ ഹു എന്നുള്ളത് മഫ്ഊലുൻ ബിഹിയാണ്. ആ മഫ്ഊലുൻ ബിഹിക്ക് ഇറാബ് നെസ്ബാണെങ്കിലും ഇവിടെ അത് നെസ്ബിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം. ഫത്ഹയിട്ട് കൊടുക്കാനൊന്നും പറ്റില്ല. ബി മഗ്ഫിറത്തിൻ, ബി എന്നുള്ളത് ഹർഫ് ജറാണ്. അതുകൊണ്ടാണ് ബി മഗ്ഫിറത്തിൻ അവസാനത്തിൽ കസ്ർ തൻവീനിട്ട് എഴുതിയത്. ബി ഹർഫ് ജർ ആയതുകൊണ്ട് അതിന് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജർ കിട്ടണം. വ അജിരിൻ, ആ അജിരിൻ എന്ന് അവിടെ എങ്ങനെയാണ് ജറുള്ള രൂപത്തിൽ എഴുതിയത്? അജിരിൻ, അജുറുൻ എന്ന് എഴുതാതെ അജിരിൻ എന്ന് എഴുതാൻ കാരണം അവിടെ തൊട്ട് മുമ്പ് പറഞ്ഞ ബി മഗ്ഫിറത്തിൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിലെ ബി ഇങ്ങോട്ടും ബാധകമാണ്. അത് ബാധകമാണ് എന്ന് കാണിക്കാനാണ് ഒരു വാവിട്ട് കൊടുത്തത്. അപ്പോൾ ശരിക്കും അവിടെ വ ബി അജിരിൻ എന്നാണ്. ആ ബി അവിടെ മറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ആ വാവിൻ്റെ ഉള്ളിൽ ബിയും കൂടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ആ ബി കൊണ്ടാണ് അജിരിൻ എന്ന് കിട്ടിയത്. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, മഗ്ഫിറത്ത് അജ്ർ, ഇതിന് രണ്ടിനും കൂടെ വേണ്ടിയിട്ടാണ് ബി കൊടുത്തത്. രണ്ടിനെയും കൂടെ തുടക്കത്തിൽ അവിടെ ബി കൊടുത്തത് മാത്രം. ആ ബി രണ്ടിനും ബാധകമാണ്. ബി മഗ്ഫിറത്തിൻ വ അജ്രിൻ, മഗ്ഫിറത്തും അജ്റും അത് രണ്ടും കൊണ്ട് ആ രൂപത്തിൽ രണ്ടിനും കൂടെ ആ ബി ബാധകമാണ്. അപ്പോൾ ആ അജ്റിനും കൂടെ ജറ് കിട്ടും. അതാണ് അജ്രിൻ അവസാനത്തിൽ കസ്ർ തൻവീനിട്ട് എഴുതാനുള്ള കാരണം. ഇനി അജ്റിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് കരീം. അതുകൊണ്ട് രണ്ടും ഒരേ രൂപത്തിൽ എഴുതിയിട്ടുണ്ടാവും. അജിരിൻ, കരീമിൻ രണ്ടും ഒരേ രൂപത്തിൽ എഴുതി, ഒന്ന് മറ്റൊന്നിനെ വിശേഷിപ്പിക്കുന്ന പദമായതുകൊണ്ട്, സിഫത്തായതുകൊണ്ട്. അടുത്തായത് ഇന്നാ നഹ്നു നൊഹീൽ മൗത്ത, നൊഹി നാം ജീവിപ്പിക്കുന്നു, ആരെ? അൽ മൗത്ത മരണപ്പെട്ടവരെ. അപ്പം മരണപ്പെട്ടവരെ എന്നുള്ള ആ മൗത്ത എന്നുള്ള വാക്ക് മഫ്ഊലുൻ ബിഹിയാണ്, ഒബ്ജക്റ്റാണ്, കർമ്മമാണ്. അതിന് നെസ്ബാണ് വേണ്ടത്. അത് നെസ്ബിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം. അതിൻ്റെ അവസാനത്തിൽ ഇല്ലത്തിൻ്റെ അക്ഷരമായതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് അടയാളങ്ങളൊന്നും കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ സ്ഥാനം നോക്കിയിട്ടാണ് അതിന് ഏതാണ് ഇറാബ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ അവിടെ മഫ്ഊലുൻ ബിഹിയുടെ സ്ഥാനത്തായതുകൊണ്ട് അത് നെസ്ബുള്ള രൂപത്തിലാണെന്ന് പറയാം. ഇനിയിപ്പോൾ ഇത് അങ്ങനെ എല്ലാത്തൊരു സ്ഥലത്ത് വന്നാലും, ഒരു ജറിൻ്റെ സ്ഥാനത്ത് വന്നാലും അത് ഇങ്ങനെ തന്നെയാണ് എഴുതുക. അപ്പോൾ ഇപ്പോൾ അത് മഫ്ഊലുൻ ബിഹിയുടെ സ്ഥാനത്തായതുകൊണ്ട് നമുക്കത് നെസ്ബ് കിട്ടിയ അവസ്ഥയിലാണെന്ന് പറയാം. വനക്തുബു മാ ഖദ്ദമു, വനക്തുബു നാം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു, എന്ത്? മാ ഖദ്ദമു. അപ്പോൾ മാ എന്നുള്ളതാണ് അവിടെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കർമ്മം. അപ്പോൾ അത് പ്രത്യേകിച്ച് അതിന് നെസ്ബ് കൊടുക്കാനൊന്നും പറ്റില്ല. ഖദ്ദമു വ ആസാറഹും, വ ആസാറഹും. അപ്പോൾ ആ നക്തുബു എന്നുള്ളതിൻ്റെ മറ്റൊരു മഫ്ഊലുൻ ബിഹിയാണ് ആസാർ. ഇതും രേഖപ്പെടുത്തുന്നു, അതിൻ്റെ അനന്തരഫലങ്ങളും രേഖപ്പെടുത്തുന്നു. അപ്പോൾ ആസാർ എന്നുള്ളതും മഫ്ഊലുൻ ബിഹിയാണ്. അതിന് ആസാറ അവിടെ ഫത്ഹയിട്ട് എഴുതിയിട്ടുണ്ട്, ആ നെസ്ബ് കാണിക്കാൻ വേണ്ടി. വകുല്ല ഷെയ്ഇൻ, ഈ കുല്ല ഷെയ്ഇൻ എന്ന് എടുത്തു കഴിഞ്ഞാൽ ആ കുല്ല എന്നുള്ള പദത്തെ ഷെയ്യിലേക്ക് ചേർത്തു. ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് ചേർത്തി പറയുമ്പോൾ ഏതിലേക്കാണോ ചേർത്തിയത് അതിനെ മുലാഫിൻ ഇലൈഹി എന്ന് പറയും. അതിന് എപ്പോഴും ഇറാബ് ജറായിരിക്കും. ഇപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളും എന്ന് പറയുമ്പോൾ ആ ഷെയ് എന്നുള്ളതിലേക്ക് കുല്ല എന്നുള്ളതിനെ ചേർത്തു. ഷെയ് എന്നുള്ളത് മുലാഫിൻ ഇലൈഹിയാണ്, അതിന് ഇറാബ് ജറായിരിക്കണം. അതുകൊണ്ടാണ് ഷെയ് ഇൻ എന്നെഴുതിയത്. അഹ്സൈനാഹു ഫി ഇമാമിൻ, ഫി എന്നുള്ളത് ഹർഫ് ജറാണ്. അതിനുശേഷം വരുന്ന ഇസ്മിന് ജറ് കിട്ടും. അതുകൊണ്ടാണ് ഇമാമിൻ അവസാനത്തിൽ കസ്ർ തൻവീനിട്ട് എഴുതിയത്. ഇനി ഇമാമിൻ മുബീൻ എന്ന് പറയുമ്പോൾ ഇമാം എന്നുള്ള പദത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് മുബീൻ എന്നുള്ളത്. ഒരു പദത്തെ മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ രണ്ടിനും ഒരേ രൂപഘടനയാണ് കിട്ടുക. അതുകൊണ്ട് ഇമാമിൻ മുബീനിൻ രണ്ടും ഒരേ രൂപത്തിലാണ് എഴുതിയിട്ടുണ്ടാവുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.